ഇനി നമുക്ക് സെക്കൻഡ് സെമ്മിൽ MySQL നമുക്ക് ലാബ് സെറ്റ് ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ നമുക്ക് MySQL ഒക്കെ അതിൽ ചെയ്ത് പഠിച്ച് എക്സാമിന് പോകാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ MySQL സെർവർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ ലോഗിനും സൈനപ്പ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കോളും. അപ്പോൾ ഓൾറെഡി ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി നേരെ ആ ഒരു സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പണായി വരുന്ന ഈ ഒരു വിൻഡോയിൽ ആദ്യം തന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ ഈ ഐ അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടുത്തെ നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ സ്റ്റാർട്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് ഉള്ള ആൻസേഴ്സ് ഇൻപുട്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ചോദിക്കും, അത് എല്ലാം യെസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരികയാണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതിൽ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, ഇത് അതേപോലെ തന്നെ നിൽക്കട്ടെ. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ MySQLൻ്റെ റൂട്ടിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ റൂട്ട് എന്നും പറഞ്ഞ് സിമ്പിളായിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും പാസ്വേഡ് സിമ്പിളാക്കി വെച്ചാൽ മതി, കാരണം ഇതിൽ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ചെയ്യല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ അവർ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇവിടുത്തെ ഓപ്ഷൻസ് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ സാമ്പിൾ ഡാറ്റാബേസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് വേണ്ട, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരും, അത് ജസ്റ്റ് എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓരോ സ്റ്റെപ്സ് കോൺഫിഗർ ചെയ്തോളും, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ കോൺഫിഗറേഷൻ ഇവിടെ ഇപ്പോൾ അപ്ലൈ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ MySQL ഇൻസ്റ്റാൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ദിസ് PC ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് C ഡ്രൈവ് ഓപ്പൺ ചെയ്യണം. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം ഫയൽസ് എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ MySQL എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ കിടപ്പുണ്ടാവും, അതിൻ്റെ അകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ഫോൾഡർ വരും MySQL സെർവർ എന്നും പറഞ്ഞിട്ട്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബിൻ എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു അഡ്രസ് ബാർ കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ബ്ലൂ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. അവിടെ ജസ്റ്റ് CMD എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ ബ്ലൂവിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പോകും, എന്നാലും കുഴപ്പമില്ല, അതങ്ങനെയാണ് ചെയ്യേണ്ടത്. CMD എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ CMDയിൽ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു MySQL സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ MySQL സ്റ്റാർട്ട് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക MySQL സ്പേസ് -u സ്പേസ് നമ്മളുടെ ആ ഒരു യൂസർ നെയിം, അതായത് റൂട്ടാണ് ഇതിൽ ബൈ ഡിഫോൾട്ട് വരുന്ന യൂസർ നെയിം. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് സ്പേസ് -p ഇട്ട് എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്ത സമയത്ത് റൂട്ടിൻ്റെ പാസ്വേഡ് ഞാൻ റൂട്ടായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ റൂട്ടിൻ്റെ പാസ്വേഡ് എന്താണോ കൊടുത്തത് അതിവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ റൂട്ടിൻ്റെ പാസ്വേഡ് റൂട്ടായതുകൊണ്ട് അത് എൻ്റർ ചെയ്തു, എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം MySQLിലേക്ക് നമ്മൾ ലോഗിനായി. അപ്പോൾ ഇങ്ങനെയാണ് MySQLിലേക്ക് നമ്മൾ കയറേണ്ടത്. ഇനിയിപ്പോൾ MySQLിൽ നമ്മൾ കയറി നമുക്കിപ്പോൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എക്സിറ്റ് എന്നും പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട് MySQLിൽ, അത് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് അതേപോലെ തന്നെ എക്സിറ്റ് ആവും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്താലാണ് MySQL നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ സാധാ CMD പോയിട്ട് MySQL എന്ന് അടിച്ചാൽ
ഇത് വരത്തില്ല. പകരം നമ്മുടെ ഈ MySQLൻ്റെ ഇൻസ്റ്റലേഷൻ ഫോൾഡറിൽ പോയിട്ട് നേരത്തെ ഈ വീഡിയോയിൽ കാണിച്ച അത്രയും പാത്ത് പോയതിനു ശേഷം ആ പാത്ത് CMDയിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ MySQL നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.